നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ഉണ്ട്. ഈ കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ട്. ഐ എന്ന കറണ്ടാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ചുറ്റുപാടും മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇതിന് ചുറ്റും ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇതിന് ചുറ്റുമുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് എടുക്കുക. ഞാൻ എടുക്കുന്ന പോയിന്റാണ് ഇത്. ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ തീവ്രത എത്രയാണ്, മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി എത്രയാണ്? പക്ഷെ നമ്മൾ മുന്നേ ഉള്ള വീഡിയോസിൽ പഠിച്ചതാണ്, ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ചുറ്റുപാട് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിലെ ഏതെങ്കിലും ഒരു പോയിന്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ നമുക്ക് ബയോട്ട്-സവാർട്ട് ലോ ഉപയോഗിച്ചാൽ മതി. പക്ഷേ ബയോട്ട്-സവാർട്ട് ലോ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ടി വരും. കുറച്ച് കോംപ്ലിക്കേഷൻസ് ബയോട്ട്-സവാർട്ട് ലോയിലുണ്ട്. സോ ബയോട്ട്-സവാർട്ടിലേക്കാളും കുറച്ച് സിമ്പിളായിട്ടുള്ള ലോയാണ് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ. സോ ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ സിംപ്ലിഫൈഡ് ഫോം ഓഫ് ബയോട്ട്-സവാർട്ട് ലോ. സോ ഒരു കറണ്ട് ക്യാരിങ് കണ്ടക്ടർ ചുറ്റുപാടും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഏതെങ്കിലും ഒരു പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാൻ നമ്മൾ മുന്നേ പഠിച്ച ലോ ആയിരുന്നു ബയോട്ട്-സവാർട്ട് ലോ. ഇപ്പോൾ പഠിക്കാൻ പോകുന്ന ലോ ആണ് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ. ബയോട്ട്-സവാർട്ട് ലോ കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ട്. പക്ഷേ ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോയിൽ ഇത്തരം കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെയില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഏത് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ കഴിയും. അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ടത്, ഈ പോയിന്റ് ഏത് പോയിന്റ് മാഗ്നറ്റിക് ഫീൽഡ് ആണോ വേണ്ടുന്നത് ആ പോയിന്റിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ലൂപ്പിനെ പരിഗണിക്കണം. ശ്രദ്ധിക്കണം, ലൂപ്പിനെ പരിഗണിക്കുമ്പോൾ കറണ്ട് ആ ലൂപ്പിൻ്റെ അകത്തുകൂടെ കടന്നു പോകണം. നോക്ക്, കറണ്ട് ആണെങ്കിൽ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. സോ ഈ രീതിയിൽ നിങ്ങളൊരു ലൂപ്പിനെ പരിഗണിക്കണം. ഈ ലൂപ്പിനെ വിളിക്കുന്ന പേരാണ് ആംപീരിയൻ ലൂപ്പ്. സോ ഈ ലൂപ്പാണ് ആംപീരിയൻ ലൂപ്പ്. ഈ ലൂപ്പിന് ഏത് ഷേപ്പുമാകാം. പക്ഷേ കണ്ടീഷൻ ഉണ്ട്, നിങ്ങൾക്ക് ഏത് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡാണോ കണ്ടുപിടിക്കേണ്ടത് ആ പോയിന്റിനെ കൂടി ഉൾപ്പെടുത്തി വേണം ലൂപ്പിനെ പരിഗണിക്കാൻ. അതുപോലെ ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡിന് കാരണമായ കറണ്ട് ഈ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ കടന്നു പോവുകയും വേണം. സോ ഈ രണ്ട് കാര്യങ്ങൾ ആലോചിച്ച് വേണം നിങ്ങൾ ലൂപ്പിനെ വരയ്ക്കാൻ. സോ ഞാനൊരു ലൂപ്പിനെ വരച്ചു. ഈ ലൂപ്പിലെ ഒരു ചെറിയ എലമെൻ്റാണ്, ചെറിയ ഭാഗമാണ് ഡി എൽ. സോ നമ്മൾ നേരത്തെ പഠിച്ചത് എന്താണ്? നേരത്തെ പഠിച്ചതെന്ന് പറഞ്ഞത് ഡി എൽ എന്ന് പറഞ്ഞാൽ ഈ കണ്ടക്ടറിൻ്റെ ഒരു എലമെൻ്റാണ്, ഒരു കണ്ടക്ടറിൻ്റെ ചെറിയ ഭാഗമാണെന്ന് പഠിച്ചത്. പക്ഷേ ഇവിടെ പറയണു, ആംപിയർ സർക്യൂട്ടിൽ പറയണു എന്താണ്, ഇവിടെ ഡി എൽ എന്ന് പറയുന്നത് ഈ ആംപിയൻ ലൂപ്പിൻ്റെ, ഈ സാങ്കല്പികമായ ലൂപ്പിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഡി എൽ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ദിസ് ആംപിയൻ ലൂപ്പ് വിൽ ഒബേ ദ ഇക്വേഷൻ ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ വിച്ച് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ഓഫ് ഐ എൻക്ലോസ്ഡ്. സോ ഈ ആംപിയൻ ലൂപ്പ് ഈ ഇക്വേഷൻ ഒബേ ചെയ്യും. ഈ ഇക്വേഷൻ ആംപിയർ എക്സ്പെരിമെൻ്റ് വഴി കണ്ടുപിടിച്ച ഇക്വേഷൻ ആണ്. അതുകൊണ്ട് ഈ ഇക്വേഷന് പ്രൂഫില്ല. അപ്പോൾ എന്താണ് ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ? ബി എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി, ഡി എൽ എന്ന് പറഞ്ഞാൽ ആംപിയൻ ലൂപ്പിൻ്റെ ചെറിയ എലമെൻ്റ് ആണ് ഡി എൽ എന്ന് പറയുന്നത്. ഇത് ശ്രദ്ധിക്കണം, ഡി എൽ എന്ന് പറയുന്നത് എന്താണ്? ആംപിയൻ ലൂപ്പിൻ്റെ എലമെൻ്റ് ആണ്, ചെറിയ എലമെൻ്റ് ആണ് ഡി എൽ എന്ന് പറയുന്നത്. സോ ബി ഡോട്ട് ഡി എൽ ലൈൻ ഇൻ്റഗ്രൽ, അതായത് ഇതിൻ്റെ ഫുള്ളും ഇൻ്റഗ്രേറ്റ് ചെയ്യണം. ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ വിച്ച് ഈസ് ഈക്വൽ ടു μ0. μ0 എന്ന് പറഞ്ഞാൽ പെർമിയബിലിറ്റി ഓഫ് ഫ്രീ സ്പേസ്. ഇതിൻ്റെ വാല്യൂ എത്രയാണ്? അതിൻ്റെ വാല്യൂ 4π × 10⁻⁷ ആണ്. സോ ഇതാണ് μ0ൻ്റെ വാല്യൂ. ഇനി ഐ എൻക്ലോസ്ഡ്, ഐ എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആംപിയൻ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ എത്ര കറണ്ടാണോ കടന്നു പോയത് അതാണ് ഐ എൻക്ലോസ്ഡ് എന്ന് പറയുന്നത്. സോ ഇവിടെയാണെങ്കിൽ ഐ എന്ന കറണ്ട് മാത്രമേ കടന്നു പോയുള്ളൂ. സോ ഐ എൻക്ലോസ് എത്രയാണ്? ഐ മാത്രമാണ്. ഇനിയാണെങ്കിൽ ഞാൻ ഈ ഒരു കണ്ടക്ടറിനെ വളച്ചുകൊണ്ട് വീണ്ടും ഈ ലൂപ്പിനകത്തേക്ക് കയറ്റിക്കഴിഞ്ഞാൽ ഐ എൻക്ലോസ് എത്രയായിട്ട് മാറും? ഐ എൻക്ലോസ് എന്ന് പറയുന്നത് ഇതിനകത്തോട്ട് വീണ്ടും കയറ്റിക്കഴിഞ്ഞാൽ ഐ എൻക്ലോസ് എന്ന് പറഞ്ഞാൽ 2i ആയിട്ട് മാറും. നോക്ക്, ഒരൈ വീണ്ടും ഇതിനകത്തോട്ട് കയറ്റിക്കഴിഞ്ഞാൽ 2i ആയിട്ട് മാറി. അങ്ങനെ n ചുറ്റുകൾ ഉണ്ടെങ്കിൽ നമ്മൾ പറയും n × i. സോ ഐ എൻക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആംപിയൻ ലൂപ്പിൻ്റെ അകത്തൂടെ കടന്നുപോയ കറണ്ട്. സോ ഇവിടെ ഒരു കറണ്ട് മാത്രമേ കടന്നുപോയുള്ളൂ. സോ നമ്മൾ ഐ എന്ന് മാത്രം പറഞ്ഞാൽ മതി. പക്ഷേ ഞാൻ ഈ കണ്ടക്ടറിനെ വളച്ച് വീണ്ടും ഒരു ചുറ്റും എടുത്തു കഴിഞ്ഞാൽ നമ്മൾ പറയും ഐ, ഇത് ഐ. സോ 2i എന്ന് പറയും. അങ്ങനെ n നമ്പർ ഓഫ് ചുറ്റുകൾ ഉണ്ടെങ്കിൽ, n ടേൺസ് ഉണ്ടെങ്കിൽ നമ്മൾ പറയും ni എന്ന് പറയും. കാര്യം മനസ്സിലായോ? സോ ഇവിടെയാണെങ്കിൽ ഐ എന്ന് മാത്രം പറഞ്ഞാൽ മതിയാകും. സോ ഇതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ. സോ ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ പറയുന്നത് ഇങ്ങനെയാണ്. ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ സ്റ്റേറ്റ് ദാറ്റ് ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എനി ക്ലോസ്ഡ് പാത്ത് ഇൻ വാക്വം ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ഓഫ് ദ ടോട്ടൽ കറണ്ട് പാസിംഗ് ത്രൂ ദാറ്റ് ക്ലോസ്ഡ് ലൂപ്പ്. സോ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൌണ്ട് എനി ക്ലോസ് ലൂപ്പ്, ഏതെങ്കിലും ഒരു ക്ലോസ് ലൂപ്പിലൂടെ കടന്നുപോയ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ എടുത്തു കഴിഞ്ഞാൽ വിച്ച് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ഓഫ് ദ കറണ്ട് എൻക്ലോസ് ത്രൂ ദി ആംപിയൻ ലൂപ്പ്. സോ ഇതാണ് ആംപിയർ സർക്യൂട്ടിൽ പറയുന്നത്. സോ ഈ ലോ വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ബീൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. നമുക്ക് നോക്കാം എങ്ങനെയാണ് ബീൻ്റെ വാല്യൂ വ്യത്യസ്തമായ സിറ്റുവേഷനിൽ കണ്ടുപിടിക്കുന്നതെന്ന്. സോ നമ്മുടെ അടുത്ത ടോപ്പിക്കാണ് ആപ്ലിക്കേഷൻസ് ഓഫ് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ. അതിൽ നമ്മുടെ ഫസ്റ്റ് ആപ്ലിക്കേഷൻ ആയിരുന്നു
മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സ്ട്രെയിറ്റ് വയർ. സോ ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു സ്ട്രെയിറ്റ് വയർ ഉണ്ട്. ഇതിലൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ട്. ഇതിലൂടെ കടന്നു പോകുന്ന കറണ്ടാണ് ഐ എന്ന് പറയുന്നത്. സോ ഐ എന്ന കറണ്ട് ഇങ്ങനെ ട്രാവൽ ചെയ്യുകയാണ്. സോ ഇതൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ്. നമുക്കൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് ചുറ്റും എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അങ്ങനെയെങ്കിൽ ഈ കണ്ടക്ടറിൻ്റെ സറൗണ്ടിങ്ങിലുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് ഞാൻ എടുക്കാൻ പോവുകയാണ്. സോ ഞാൻ ഈ പോയിന്റിനെ പരിഗണിക്കാൻ പോവുകയാണ്. എനിക്കറിയണം ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയാണെന്ന്. അതിനുവേണ്ടി നമുക്ക് ആംബിയർ സർക്യൂട്ട് ലോ ഉപയോഗിക്കാം. അതായത് ഈ പോയിന്റ് കവർ ചെയ്തുകൊണ്ട് നമ്മളൊരു ആംബിയർ ലൂപ്പിനെ പരിഗണിക്കണം. ആംബിയർ ലൂപ്പിന് ഏത് ഷേപ്പുമാകാം, പക്ഷെ കണക്ക് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി ഞാൻ ഉപയോഗിക്കുന്നത് ഒരു സർക്കുലാർ ലൂപ്പാണ്. സോ ഒരു സർക്കുലാർ ആംബിയർ ലൂപ്പാണ്. ഈ ലൂപ്പിൻ്റെ റേഡിയസ് ആണ് നമ്മുടെ ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ നിന്നും ഈ പോയിന്റിലേക്കുള്ള അകലം. സോ അതാണ് ആർ എന്ന് പറയുന്നത്. ഇനി ആംബിയർ ലൂപ്പിൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഡി എൽ എന്ന് പറയുന്നത്. സോ നമുക്കറിയാം ഈ ആംബിയർ ലൂപ്പ് ഏത് ഇക്വേഷൻ ഒബേ ചെയ്യും? ഈ ആംബിയർ ലൂപ്പ് ഈ ഇക്വേഷൻ ഒബേ ചെയ്യും. ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ വിച്ച് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ഓഫ് ഐ എൻക്ലോസ്ഡ്. സോ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ബി ആണ്, മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ആണ്. സോ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി പുറത്തെടുക്കാം. അതൊരു കോൺസ്റ്റൻ്റ് ആണ്. കാര്യം ഇതെല്ലാം സെയിം ഡിസ്റ്റൻസ് ആണ്. സോ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും, ആംബിയർ ലൂപ്പിലെ ഏത് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ആ പോയിന്റിലെല്ലാം എന്താണ്? മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി സെയിം ആണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ സർക്കുലർ ലൂപ്പ് പരിഗണിച്ചത്. സോ സർക്കുലർ ലൂപ്പിനെ പരിഗണിച്ചുള്ള പ്രത്യേകത എന്താണ്? എല്ലായിടത്തും ഡിസ്റ്റൻസ് സെയിം ആണ്. സോ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിൽ നിന്നും ആംബിയർ ലൂപ്പിലേക്കുള്ള ഡിസ്റ്റൻസ് എപ്പോഴും സെയിം ആയിട്ട് വരും. അതായത് അങ്ങനെയെങ്കിൽ സെയിം ഡിസ്റ്റൻസിലുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി സെയിം ആണ്. സോ ബിൻ്റെ വാല്യൂ എന്തായിട്ട് കിട്ടും? ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടും. സോ ഡി എ പുറത്തെടുത്തു. ഇനി നമുക്ക് എഴുതാം ലൈൻ ഇൻ്റഗ്രൽ ഡി എൽ വിച്ച് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ഓഫ് ഐ എൻക്ലോസ്ഡ്. ഐ എൻക്ലോസ്ഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഐ എൻക്ലോസ് എന്ന് പറഞ്ഞാൽ ആംബിയർ ലൂപ്പിൻ്റെ അകത്തൂടെ കടന്നുപോയ കറണ്ട്, അതായത് ഐ ആണ് ഇവിടെ കടന്നുപോയത്. സോ നമ്മൾ പറയും ഐ. ഇനി എന്താണ് ലൈൻ ഇൻ്റഗ്രൽ ഡി എൽ എന്ന് പറയുന്നത്? നമുക്കറിയാം ഡി എൽ എന്ന് പറഞ്ഞാൽ ആംബിയർ ലൂപ്പിൻ്റെ ചെറിയ എലമെൻ്റ് ആണ്. സോ ഇൻ്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ഈ ആംബിയർ ലൂപ്പിൻ്റെ ആകെ ലെങ്ത് എത്രയാണത്? 2πr ആണ്. സോ നമുക്ക് പറയാം ബി ഇൻറ്റു 2πr വിച്ച് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ഓഫ് ഐ. സോ നമുക്ക് ബി ആണ് കണ്ടുപിടിക്കേണ്ടത്. ബി വിച്ച് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ഓഫ് ഐ ഡിവൈഡ് ബൈ 2πr എന്ന് വരും. സോ നമുക്ക് വളരെ ഈസി ആയിട്ട് ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി വാല്യൂ കിട്ടി. സോ ഇത് മാഗ്നിറ്റ്യൂഡ് ആണ്. ഇതിൻ്റെ ഡയറക്ഷൻ എന്താണ്? നമുക്കറിയാം ഡയറക്ഷൻ എന്ന് പറഞ്ഞത് എപ്പോഴും ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ കറണ്ട് ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഡിസ്പ്ലേസ്മെൻറ്റ് വെക്ടറിന് നിങ്ങൾ പെർപെൻഡിക്കുലർ വരയ്ക്കുക. സോ ഈ ഡയറക്ഷനിലായിരിക്കും ആര് കടന്നു പോകുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകുന്നത്. നമ്മുടെ അടുത്ത ആപ്ലിക്കേഷനാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സോളിനോയിഡ്. സോ നമ്മുടെ സെക്കൻഡ് ആപ്ലിക്കേഷൻ ആയിരുന്നു മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സോളിനോയിഡ്. ഇവിടെയാണെങ്കിൽ എൻ്റെ കയ്യിൽ ഒരു സോളിനോഡ് ഉണ്ട്. സോളിനോഡ് എന്ന് പറഞ്ഞാൽ കമ്പിച്ചുറ്റ്. അതിന് വേറെ പേരുണ്ട് ഇൻഡക്റ്റർ. സോ ഇതൊരു സോളിനോയിഡാണ്. നമ്മൾ സോളിനോഡ് സാധാരണ യൂസ് ചെയ്യുന്നത് മാഗ്നറ്റിക് എനർജി സ്റ്റോർ ചെയ്യാനാണ്. നമ്മൾ മുന്നേ പഠിച്ചായിരുന്നു ഇലക്ട്രിക് എനർജി സ്റ്റോർ ചെയ്യുന്ന ഡിവൈസ് ആണ് കപ്പാസിറ്റർ. ഇതുപോലെ മാഗ്നറ്റിക് എനർജി സ്റ്റോർ ചെയ്യുന്ന ഡിവൈസ് ആണ് സോളിനോയിഡ്. സോ എൻ്റെ കയ്യിൽ ഒരു സോളിനോഡ് ഉണ്ട്. ഞാൻ ഈ സോളിനോഡിനെ ഒരു ബാറ്ററി സോഴ്സുമായിട്ട് ബന്ധിപ്പിക്കാൻ പോവുകയാണ്. സോ ഇതൊരു കറണ്ട് ക്യാരിങ് കണ്ടക്ടറാണ്. നോക്ക്, ഇത് കമ്പിച്ചുറ്റാണ്, അതിലൂടെ കറണ്ട് കടന്നു വരികയാണ്. സോ ഐ എന്ന കറണ്ട് കടന്നു പോകുന്ന ഒരു കണ്ടക്ടറാണിത്. നമുക്കറിയാം ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് കടന്നു പോകുമ്പോൾ ആ കണ്ടക്ടർ മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. സോ ഇവിടെയും എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? മാഗ്നറ്റിക് ഫീൽഡിനെ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷേ ഇവിടെയാണെങ്കിൽ കറണ്ട് കടന്നു പോകുന്നത് ഏത് ഡയറക്ഷനിലാണ്? കറണ്ട് ആണെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് ഇവിടെ കടന്നു പോകുന്നത്. സോ കറണ്ട് ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് കടന്നു പോകുന്നതെങ്കിൽ, ക്ലോക്ക് വൈസിലാണ് കടന്നു പോകുന്നതെങ്കിൽ, ഈ ഡയറക്ഷനാണ് കടന്നു പോകുന്നതെങ്കിൽ അവിടെ സൗത്ത് പോൾ ഉണ്ടാകും. സോ ഇവിടെ സൗത്ത് പോൾ ഉണ്ടാകും. അങ്ങനെയെങ്കിൽ അപ്പുറത്ത് നോർത്ത് പോളും ഉണ്ടാകും. സോ ഇതെന്ന് പറയുന്നത് രണ്ട് പോളുള്ള, അതായത് ഡൈപോളാണ്. രണ്ട് പോളുള്ള ഒരു മാഗ്നറ്റാണ്. രണ്ട് പോളുള്ള മാഗ്നറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഒരു ബാർ മാഗ്നറ്റ്. ബാർ മാഗ്നറ്റിനും രണ്ട് പോളുണ്ട്. ഒരു സൗത്ത് പോളുണ്ട്, അതുപോലെ നോർത്ത് പോളുണ്ട്. ഇനി ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് പോകുന്നത് എങ്ങനെയാണ്? അത് നോർത്ത് പോളിൽ തുടങ്ങി സൗത്ത് പോളിൽ അവസാനിക്കും. ഇനി സൗത്ത് പോളിലൂടെ നോർത്ത് പോളിൽ സഞ്ചരിക്കുകയും ചെയ്യും. സോ ഇതൊരു സർക്കുലാർ ലൂപ്പ് ഉണ്ടാക്കും. മാഗ്നറ്റിക് സർക്കുലാർ ലൂപ്പിനെ ഉണ്ടാക്കും. ഇങ്ങനെയാണ് ഇതിൻ്റെ ട്രാവൽ. ഇതുപോലെ ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡിനും സെയിം മാനറിൽ സഞ്ചരിക്കാൻ കഴിയും. അതായത് ഇവിടെയും നോർത്ത് പോളിൽ നിന്നും മാഗ്നറ്റിക് ഫീൽഡ് തുടങ്ങി സൗത്ത് പോളിൽ അവസാനിക്കും. ഇനി സൗത്ത് പോളിൽ നിന്നും തിരിച്ച് നോർത്ത് പോളിലേക്ക് മടങ്ങി വരികയും ചെയ്യും. സോ ഒരു കറണ്ട് ക്യാരിങ് സോളിനോഡ് എന്ന് പറയുന്നത് എന്തുപോലെ ബിഹേവ് ചെയ്യും? ഒരു ബാർ മാഗ്നറ്റ് പോലെ ബിഹേവ് ചെയ്യും.
സോ ഇതെന്ന് പറയുന്നത് ഒരു നോർമൽ സോളിനോട് അല്ലെങ്കിൽ സാധാരണ ഒരു സോളിനോട് ഈ രീതിയിലാണ് ബിഹേവ് ചെയ്യുന്നത്. പക്ഷേ നമ്മളൊരു ഐഡിയൽ സോളിനോട് പരിഗണിക്കാൻ പോവുകയാണ്. ഐഡിയൽ സോളിനോട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലെങ്ത് വളരെ കൂടുതലാണ്, അതൊരു ലോങ് സോളിനോടാണ്. അതുപോലെ ഇതിൻ്റെ ഈ കോയിലെല്ലാം വൈൻഡ് ചെയ്തിരിക്കുന്നത് വളരെ വളരെ അടുത്തായിട്ടാണ്. അങ്ങനെയെങ്കിൽ ഇതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന് കുറച്ച് പ്രത്യേകതയുണ്ട്. ഇതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഇങ്ങനെയായിരിക്കും. മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. സോ ഇതിനകത്തൂടെ മാത്രമേ എന്തുണ്ടാകുകയുള്ളൂ, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാകുകയുള്ളൂ. ആ മാഗ്നറ്റിക് ഫീൽഡ് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് എല്ലാം പാരലലായിരിക്കും. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനാണെങ്കിൽ ഇങ്ങനെ പാരലൽ ലൈൻസ് മാത്രം ഉണ്ടാക്കാൻ കഴിയില്ല. അതെന്തായിരിക്കണം, അതൊരു സർക്കുലർ ലൂപ്പ് ആയിരിക്കണം. സോ ഇതൊരു സർക്കുലർ ലൂപ്പ് തന്നെയാണ്, പക്ഷേ ഒരു ലോങ് സെക്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഈ സെക്ഷനെ, സർക്കിളിൻ്റെ ഈ സെക്ഷനെ ആണെങ്കിൽ, ഈ ലൂപ്പിൻ്റെ ഈ സെക്ഷനെ ആണെങ്കിൽ നമുക്കൊരു ലൈനായിട്ട് പരിഗണിക്കാം. സോ ഇതൊരു ലൈനാണ്. ഇങ്ങനെയുള്ള പാരലൽ ലൈൻസായിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് കാണുന്നത്. സോ ഇതൊരു ലോങ് സോളിനോടാണ്. അതുപോലെ ഇത് ടൈറ്റായിട്ട് വൈൻഡ് ചെയ്തിരിക്കുകയാണ്, വളരെ അടുത്തടുത്ത് വൈൻഡ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഫലമായിട്ട് പുറത്തേക്കുള്ള മാഗ്നറ്റിക് ഫീൽഡിൻ്റെ അളവെന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ യാതൊരു ഫ്ലെക്സും പുറത്തേക്ക് ലീക്ക് ആവുകയില്ല. അങ്ങനെയെങ്കിൽ ഇത്തരം സോളിനോയിഡ് വിളിക്കുന്ന പേരാണ് ഐഡിയൽ സോളിനോയിഡ്. സോ നമ്മൾ പഠിക്കുവാൻ പോകുന്നത് ഐഡിയൽ സോളിനോയിഡിനെ പറ്റിയാണ്. ഇനി എന്താണ് ഐഡിയൽ സോളിനോയിഡ് എന്ന് പറയുന്നത്? ഇതിൻ്റെ പുറത്ത് മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എത്രയായിരിക്കും? 0 ആയിരിക്കും. സോ നമ്മളൊരു ഐഡിയൽ സോളിനോയിഡ് എടുക്കാൻ പോവുകയാണ്. അതിൻ്റെ മീനിങ് എന്താണ്? അതിന് പുറത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. ഇനി അതിൻ്റെ അകത്ത് മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളൂ. ആ മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആയിരിക്കും. അങ്ങനെയെങ്കിൽ അകത്തെ ഒരു പോയിന്റ് എടുക്കാൻ പോവുകയാണ്. ഇതാണ് പോയിന്റ് പി. എനിക്ക് ഈ പോയിന്റ് പിയിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ അറിയണം. പോയിന്റ് പിയിലെ ബിൻ്റെ വാല്യൂ എത്രയെന്ന് എനിക്കറിയണം. സോ നമുക്ക് നോക്കാം എങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സോളിനോയിഡ് കണ്ടുപിടിക്കുന്നത്. സോ മാഗ്നറ്റിക് ഫീൽഡ് എവിടെ മാത്രമേ ഉള്ളൂ? സോളിനോയിഡിൻ്റെ അകത്ത് മാത്രമേ ഉള്ളൂ. ഈ അകത്തെ ഒരു പോയിന്റ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നത് നോക്കാം. സോ ഞാനാണെങ്കിൽ ഒരു ലോങ് ഐഡിയൽ സോളിനോയിഡ് എടുക്കാൻ പോവുകയാണ്. ഈ സോളിനോയിഡിൻ്റെ ലെങ്ത് ആണ്, ഈ ലെങ്ത് ആണ്, ലെങ്ത് ഓഫ് ദി സോളിനോയിഡാണ് എൽ എന്ന് പറയുന്നത്. സോ എൽ എന്താണ്? ഈ സോളിനോയിഡിൻ്റെ ആകെ ലെങ്ത് ആണ്. ഇവിടെ ഞാനൊരു കറണ്ട് കൊടുക്കാൻ പോവുകയാണ്. സോ ബാറ്ററി സോഴ്സുമായി കണക്ട് ചെയ്തു. കറണ്ട് ആണെങ്കിൽ ഇങ്ങനെ കടന്നു പോവുകയാണ്. സോ ഇതൊരു ഐഡിയൽ സോളിനോയിഡാണ്. അതുകൊണ്ടാണെങ്കിൽ നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് സോളിനോയിഡിൻ്റെ അകത്ത് മാത്രമേ കാണുകയുള്ളൂ, പുറത്ത് കാണുകയില്ല. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഈ റീജിയനിൽ മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ട് ഈ റീജിയനിൽ ഒരു പോയിന്റ് എടുക്കാൻ പോവുകയാണ്, പോയിന്റ് പി. സോ ഇതാണ് പോയിന്റ് പി. എനിക്കാണെങ്കിൽ ഈ പോയിന്റ് പിയുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ബിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഈ പോയിന്റ് പരിഗണിച്ചുകൊണ്ട് ഞാൻ എന്ത് ചെയ്യണം? ഒരു ആംബീരിയൻ ലൂപ്പിനെ പരിഗണിക്കണം. സോ ആംബീരിയൻ ലൂപ്പിന് ഏത് ഷേപ്പും എടുക്കാം. ഞാൻ എടുത്തിരിക്കുന്നത് ഒരു റെക്റ്റാങ്കുലർ ആംബീരിയൻ ലൂപ്പാണ്. സോ ആംബീരിയൻ ലൂപ്പിന് പേര് കൊടുക്കാൻ പോവുകയാണ് എ ബി സി ഡി. ഞാൻ എ ബി സി ഡി എന്ന് പറയുന്ന ഒരു ആംബീരിയൻ ലൂപ്പിനെ പരിഗണിച്ചു. ഇനി ഈ ആംബീരിയൻ ലൂപ്പിൻ്റെ ലെങ്തും എത്രയാണ്? ഈ ലെങ്തും എൽ തന്നെയാണ്. അങ്ങനെയെങ്കിൽ നമുക്കറിയാം ദിസ് ആംബീരിയൻ ലൂപ്പ് വിൽ ഒബേ ആൻ ഇക്വേഷൻ ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ വിച്ച് ഈസ് ഈക്വൽ ടു μ0 ടൈംസ് ഓഫ് ഐ എൻക്ലോസ്ഡ്. സോ ആംബീരിയൻ ലൂപ്പിൻ്റെ ഇക്വേഷനാണ് ഇത്. ഇനി എന്താണ് ഈ ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത്? ലൈൻ ഇൻ്റഗ്രൽ എന്ന് പറയുന്നത് ഈ ആംബീരിയൻ ലൂപ്പ് ഒട്ടാകെ ഇൻ്റഗ്രൽ ചെയ്യണം. അതായത് ഈ ലൈൻ ഇൻ്റഗ്രലിനെ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്യാം. അതായത് എയിൽ നിന്ന് ബി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, ബിയിൽ നിന്ന് സി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, സിയിൽ നിന്ന് ഡി വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം, അതുപോലെ ഡിയിൽ നിന്ന് മടങ്ങി എ വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ ഈ ലൈൻ ഇൻ്റഗ്രലിനെ ഞാൻ മുറിക്കാൻ പോവുകയാണ്. എങ്ങനെ മുറിക്കാൻ പോവുകയാണ്? ഇൻ്റഗ്രൽ എ ടു ബി, എയിൽ നിന്നും ബി വരെ. സോ ബി ഡോട്ട് ഡി എൽ പ്ലസ് ഇനി ബിയിൽ നിന്നും സി വരെ ലൈൻ ഇൻ്റഗ്രൽ അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ബി ടു സി, ബി ഡോട്ട് ടി എൽ പ്ലസ് ഇൻ്റഗ്രൽ സി ടു ഡി, സി ടു ഡി, ബി ഡോട്ട് ഡി എൽ. നോക്ക്, നമ്മൾ ഈ ലൈൻ ഇൻ്റഗ്രലിനെ, ഈ ക്ലോസ്ഡ് ഇൻ്റഗ്രലിനെ നമ്മൾ മുറിക്കാൻ പോവുകയാണ്. സോ എ ടു ബി, ബി ടു സി, സി ടു ഡി, ഇനി മടങ്ങി ഡി ടു എ എടുക്കണം. സോ ഡി ടു എ, ബി ഡോട്ട് ഡി എൽ. ഇത്രയും എഴുതിയതിൻ്റെ മീനിങ് ആണ് ഈ മീനിങ്. എന്താണ്? ലൈൻ ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ വിച്ച് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? μ0 ടൈംസ് ഓഫ് ഐ എൻക്ലോസ്ഡ്. ഇവിടെ എത്ര വട്ടമാണ് കറണ്ട് കടന്നു പോകുന്നത്? നോക്ക്, ഇവിടെ n ചുറ്റുകളുണ്ട്. സോ n തവണ കറണ്ട് എന്ത് ചെയ്യും? ഈ ലൂപ്പിൻ്റെ അകത്തൂടെ കടന്നു പോകും. സോ n ഇൻറ്റു ഐ അല്ലെങ്കിൽ ഐ ഇൻറ്റു n ആണ്
ആംബിയന്റ് ലൂപ്പിലൂടെ കടന്നുപോയ ആകെ കറണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, ലൂപ്പിലൂടെ ഒരു തവണ കറണ്ട് കടന്നു പോയാൽ ഐ എന്ന് പറയും. 2 ആണെങ്കിൽ ഐ പ്ലസ് ഐ, 3 ആണെങ്കിൽ ഐ പ്ലസ് ഐ പ്ലസ് ഐ. അങ്ങനെയാണെങ്കിൽ ഇവിടെ n ചുറ്റുകളുണ്ട്. n എന്താണ്? നമ്പർ ഓഫ് ടേൺസ് ആണ്. അങ്ങനെയെങ്കിൽ n തവണ കറണ്ട് ഈ ആംബിയന്റ് ലൂപ്പിൻ്റെ അകത്തൂടെ കടന്നുപോയി കാണും. സോ നമ്മൾ പറയും n ഇൻറ്റു ഐ അല്ലെങ്കിൽ ഐ ഇൻറ്റു n. നമുക്കിനി ഓരോ ടേംസിനെയും ഈ ഓരോ ടേംസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. സോ നമുക്ക് പറയാം ഇൻ്റഗ്രൽ എ ടു ബി ബി ഡോട്ട് ഡി എൽ. നമുക്കറിയാം മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകുന്നത് ഈ ഡയറക്ഷനിലാണ്. സോ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ആണ് ഇത്. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ, ബിയുടെ ഡയറക്ഷൻ. സോ സെയിം ഡയറക്ഷനിലാണ് നമ്മൾ എല്ലും എടുത്തിരിക്കുന്നത്. ഡി എൽ എന്ന് പറഞ്ഞാൽ ഇത്രയും സെക്ഷനിലെ ഒരു ചെറിയ ഭാഗം. സോ ഇതാണ് നമ്മൾ ഡി എൽ എടുക്കുന്നത്. സോ ഡി എല്ലിനും സെയിം ഡയറക്ഷൻ ആണ്, എ ടു ബി ആണ്, സെയിം ഡയറക്ഷൻ ആണ്. സോ ബിയും ഡി എല്ലും സെയിം ഡയറക്ഷൻ ആണെങ്കിൽ ബി ഇങ്ങനെ തന്നെയാണ്, അതേ ഡയറക്ഷനിലാണ് ഡി എൽ. അങ്ങനെയെങ്കിൽ നമ്മൾ പറയും ബിക്കും ഡി എല്ലിനും ഇടയിൽ ഉണ്ടാകുന്ന ആംഗിൾ എത്രയാണ്? 0 ഡിഗ്രിയാണ്. സോ ബി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ ബി ഡി എൽ കോസ് തീറ്റയാണ്. ബി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ബി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബി ഡി എൽ കോസ് തീറ്റയാണ്. തീറ്റൻ്റെ വാല്യൂ 0 ആണ്. കോസ് 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. സോ നമുക്ക് കിട്ടും ബി ഡി എൽ എന്ന് കിട്ടും. ഇനി പ്ലസ് അടുത്തെന്താണ്? ബി ഡോട്ട് ഡി എൽ എവിടെ തൊട്ടാണ്? ബി ടു സി ആണ്. നോക്ക്, ഈ ബി ടു സി എന്ന് പറഞ്ഞാൽ ഇവിടെ റീജിയനാണ്. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ഈ ഡയറക്ഷനിലാണ്. മാഗ്നറ്റിക് ഫീൽഡ് പോകുന്നത് ഈ ഡയറക്ഷനിലാണ്. ഈ ഡയറക്ഷനിലാണ് മാഗ്നറ്റിക് ഫീൽഡ് ബി പോകുന്നത്. പക്ഷേ ഡി എൽ എന്ന് പറഞ്ഞാൽ ഈ ഡയറക്ഷനിലാണ്. സോ ഇതാണ് ഡി എല്ലിൻ്റെ ഡയറക്ഷൻ. സോ ബിയും ഡിയും നമ്മൾ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? നമുക്കറിയാം കോസ് തീറ്റൻ്റെ വാല്യൂ, ഇവിടെ തീറ്റൻ്റെ വാല്യൂ 90 ഡിഗ്രിയാണ്. കോസ് 90 എത്രയാണ്? 0 ആണ്. സോ ഇവിടുത്തെ ബി ഡോട്ട് ഡി എല്ലിൻ്റെ വാല്യൂ എത്രയാണ്? 0 ആണ്. പ്ലസ് നമുക്കിനി ഇതെടുക്കാം, സി ടു ഡി. സി ടു ഡി എന്ന് പറഞ്ഞാൽ പുറത്തെ പോയിന്റ് ആണ്. ഇവിടെ ബിൻ്റെ വാല്യൂ എത്രയാണ്? ബിൻ്റെ വാല്യൂ 0 ആണ്. സോ ബിൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ഈ ഫുൾ ടേം എന്തായി മാറും? 0 ആയിട്ട് മാറും. പ്ലസ് ഇനി ഇതെടുക്കാം, ഡി ടു എ. ഇവിടെയാണെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെയാണ്? മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്. സോ എയിൽ മാഗ്നറ്റിക് ഫീൽഡ് ഈ ഡയറക്ഷനിലാണ്. ഇനി ഡി ടു എ, ഡിയിൽ നിന്നും എയിലേക്ക് എടുത്തു കഴിഞ്ഞാൽ ഡി എൽ ഈ ഡയറക്ഷനിലാണ്. അതായത് മാഗ്നറ്റിക് ഫീൽഡും ബിയും ഡി എല്ലും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാണ്? വീണ്ടും 90 ഡിഗ്രിയാണ്. സോ കോസ് 90 എന്ന് പറഞ്ഞാൽ 0 ആയി പോകും. വീണ്ടും ഇതിൻ്റെ വാല്യൂ എത്രയായിട്ട് മാറും? 0 ആയിട്ട് മാറും. വിച്ച് ഇസ് ഈക്വൽ ടു mu0 ni. സോ നമുക്ക് കിട്ടിയത്, നമുക്ക് ബി എ പുറത്തെടുക്കാം. കാര്യം യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡ് ആണ്. മാഗ്നറ്റിക് ഫീൽഡിൻ്റെ എല്ലാ പോയിന്റിലും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ കോൺസ്റ്റൻ്റ് ആണ്. സോ നമുക്ക് ബി എ പുറത്തെടുക്കാം. ഇൻ്റഗ്രൽ എ ടു ബി ഡി എൽ എന്ന് വരും. വിച്ച് ഇസ് ഈക്വൽ ടു mu0 ടൈംസ് ഓഫ് എൻ ഐ എന്ന് കിട്ടും. ഇനി എന്താണ് ഡി എൽ എന്ന് പറയുന്നത്? എയിൽ നിന്നും ബിയിലേക്കുള്ള ഈ ലൈൻ്റെ ഒരു ചെറിയ ഭാഗമാണ് ഡി എൽ എന്ന് പറയുന്നത്. ശരിയാണോ? അങ്ങനെയെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യണം എ തൊട്ട് ബി വരെ. സോ എ തൊട്ട് ബി വരെയുള്ള ആകെ ലെങ്ത് എത്രയാണ്? അത് എൽ ആണ്. സോ ഇൻ്റഗ്രൽ എ ടു ബി ഡി എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? എയിൽ നിന്നും ബി വരെയുള്ള ആകെ ലെങ്ത് എത്രയാണ്? ആകെ ലെങ്ത് എൽ ആണ്. സോ നമ്മൾ പറയും ബി ഇൻറ്റു എൽ വിച്ച് ഇസ് ഈക്വൽ ടു mu0 ni. സോ എൻ എന്താണ്? നമ്പർ ഓഫ് ടേൺസ് ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ്. എൻ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്. ഈ എൽ എന്താണ്? ടോട്ടൽ ലെങ്ത്. സോ ഈ സോളിനോഡിൻ്റെ ആകെ ലെങ്ത് ആണ് എൽ എന്ന് പറയുന്നത്. എൽ എന്ന് പറയുന്നത് ടോട്ടൽ ലെങ്ത്. നമുക്ക് ഈ എല്ലിനെ ഇവിടെ കൊണ്ടുവരാം. സോ നമുക്ക് കിട്ടും ബി വിച്ച് ഇസ് ഈക്വൽ ടു mu0 ni ഡിവൈഡ് ബൈ എൽ എന്ന് കിട്ടും. സോ ഈ എൻ ഡിവൈഡ് ബൈ എൽ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡ് ബൈ ടോട്ടൽ ലെങ്ത്. ഇതിനെ വിളിക്കുന്ന പേരാണ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. എന്താണ്? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. സോ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. നമുക്ക് ഇക്വേഷനെ മാറ്റി എഴുതാം. mu0 ni എന്ന് കിട്ടും. സോ ഇതാണ് ഈ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റിയുടെ വാല്യൂ. സോ ഇങ്ങനെയാണ് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് സോളിനോഡിനെ ഡിറൈവ് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ നമ്മളുടെ ഒരു സോളിനോഡ് ഉണ്ട്. ഈ സോളിനോഡിൻ്റെ അകത്തൊരു പോയിന്റ് ഉണ്ട്, പോയിന്റ് പി. പോയിന്റ് പിയുടെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയാണ് ബി വിച്ച് ഈസ് ഈക്വൽ ടു mu0 ടൈംസ് ഓഫ് ni. ഇനി എനിക്കാണെങ്കിൽ ഈ ബിൻ്റെ വാല്യൂ ഉയർത്തണം, ഇൻക്രീസ് ചെയ്യിക്കണം. അങ്ങനെയെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യും? സോ എന്തൊക്കെ ചെയ്യും? നമുക്ക് ഇക്വേഷൻ ഉണ്ട്, mu0 ni. mu0 എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം സോളിനോഡിൻ്റെ ഉള്ളിൽ ആരാണ് ഇരിക്കുന്നത്? ഇപ്പോൾ സോളിനോഡിൻ്റെ ഉള്ളിൽ ഇരിക്കുന്ന മീഡിയമാണ് എയർ അല്ലെങ്കിൽ ഫ്രീ സ്പേസ്. സോ ഈ ഫ്രീ സ്പേസിൻ്റെ പെർമിയബിലിറ്റിയാണ് mu0 എന്ന് പറയുന്നത്. ഇനി ഈ ഫ്രീ സ്പേസിന് പകരം, ഇവിടെ ഈ എയറിന് പകരം നമ്മളൊരു മെറ്റീരിയൽ യൂസ് ചെയ്യുകയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ യൂസ് ചെയ്യുകയാണ് സോഫ്റ്റ് അയൺ. സോ എയറിനേക്കാളും
പെർമിഎബിലിറ്റി കൂടിയ മീഡിയമാണ് സോഫ്റ്റ് അയൺ. എന്താണ് പെർമിഎബിലിറ്റി എന്ന് പറയുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിനെ കടത്തിവിടാനുള്ള കഴിവാണ് പെർമിഎബിലിറ്റി മ്യൂ എന്ന് പറയുന്നത്. സോ സോഫ്റ്റ് അയണിൻ്റെ മ്യൂവിൻ്റെ വാല്യൂ കൂടുതലാണ്. അങ്ങനെയെങ്കിൽ ബീൻ്റെ വാല്യൂ കൂടും. കാരണം എന്താണ്? ഇക്വേഷൻ ഇങ്ങനെ മാറും, ബി വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ എൻ ഐ എന്ന് പറയും. സോ മ്യൂ സീറോയ്ക്ക് പകരം മ്യൂ ആയിട്ട് മാറും. അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി കൂടി. അല്ലെങ്കിൽ എന്നിൻ്റെ വാല്യൂ കൂട്ടണം. എന്നെന്താണ്? എന്നത് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഒരു യൂണിറ്റ് ലെങ്തിലെ നമ്പർ ഓഫ് ടേൺസ്, ആകെ ചുറ്റുകളുടെ എണ്ണത്തെ ഡിവൈഡ് ബൈ ആകെ ലെങ്ത് ആണ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത്. സോ നമുക്കാണെങ്കിൽ നമ്പർ ഓഫ് ടേൺസ് ചുറ്റുകളുടെ എണ്ണത്തിൻ്റെ വാല്യൂ കൂട്ടണം. സോ ഒരു യൂണിറ്റ് ലെങ്തിലെ ചുറ്റുകളുടെ എണ്ണത്തിൻ്റെ വാല്യൂ കൂട്ടണമെങ്കിൽ ചുറ്റുകളെ വളരെ അടുക്കി വൈൻഡ് ചെയ്യണം. അതുപോലെ കറണ്ടിൻ്റെ വാല്യൂ ഉയർത്തണം. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി ഡ്യൂ ടു ഇറ്റ് സോളിനോട് കൂടും. സോളിനോട് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റിയുടെ വാല്യൂ കൂടും. ഇനി നമുക്ക് അടുത്ത ആപ്ലിക്കേഷനിലേക്ക് വരാം. നമ്മുടെ അടുത്ത ആപ്ലിക്കേഷനാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ടൊറോയിഡ്. ടൊറോയിഡ് എന്ന് പറഞ്ഞാൽ സർക്കുലാർ സോളിനോഡിനെ വിളിക്കുന്ന പേരാണ് ടൊറോയിഡ്. സോ നമുക്കറിയാം, ഒരു സോളിനോഡ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? മാഗ്നറ്റിക് എനർജി സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് സെയിം യൂസ് ആണ് ടൊറോയിഡിനും. എന്താണ്? മാഗ്നറ്റിക് എനർജി സ്റ്റോർ ചെയ്യാനാണ് ടൊറോയിഡും യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഷേപ്പ് എന്താണ്? സർക്കുലാർ ഷേപ്പാണ്. സോ ഒരു സർക്കുലാർ സോളിനോഡാണ് ടൊറോയിഡ്. അതുപോലെ കറണ്ട് ആണെങ്കിൽ ഞാനിവിടെ കടത്തിവിടാൻ പോവുകയാണ്. കറണ്ട് ഐ എന്ന കറണ്ട് കടന്നുപോയി. ഈ കറണ്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് ഇതുവഴി തിരിച്ചു വരും. സോ ഐ ഇതുവഴി തിരിച്ചു വരും. ഇതൊരു ഐഡിയൽ ടൊറോയിഡാണ്. ഐഡിയൽ ടൊറോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തു മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് കാണുകയുള്ളൂ. ഞാനാണെങ്കിൽ ഒരു 3 പോയിന്റ് എടുക്കാൻ പോവുകയാണ്. ഇതാണ് പോയിന്റ് പി. അകത്തെ പോയിന്റാണ് പോയിന്റ് ക്യൂ. ഇവിടുത്തെ പോയിന്റാണ് പോയിന്റ് എസ്. സോ പി ക്യു എസ് ഇങ്ങനെ 3 പോയിന്റ് എടുത്തു. സോ ഈ പി എന്ന പോയിന്റ് എക്സ്റ്റീരിയർ പോയിന്റാണ്, പുറത്തെ പോയിന്റാണ്. ഈ ക്യൂ എന്ന പോയിന്റ് അകത്തെ പോയിന്റാണ്. ഈ എസ് എന്ന പോയിന്റ് ഇൻറ്റീരിയർ പോയിന്റാണ്, അകത്തെ അത് ഉള്ളിലെ പോയിന്റാണ്. ഇങ്ങനെ 3 റീജിയൻ എടുത്തു. സോ ഈ 3 റീജിയനിൽ ഈ 2 റീജിയനിലെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ 0 ആയിരിക്കും. സോ നമ്മളൊരു സോളിനോഡ് എടുത്തു കഴിഞ്ഞാലും ഇവിടെ പുറത്തെ മാഗ്നറ്റിക് ഫീൽഡിൻ്റെ വാല്യൂ എത്രയാണ്? 0. സോ പുറത്തെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആണ്. അകത്ത് മാത്രമേ എന്ത് കാണുകയുള്ളൂ? മാഗ്നറ്റിക് ഫീൽഡ് കാണുകയുള്ളൂ. സെയിം സിറ്റുവേഷനാണ് ഇവിടെയും. അകത്ത് മാത്രമേ മാഗ്നറ്റിക് ഫീൽഡ് കാണുകയുള്ളൂ. പുറത്ത് മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും? 0 ആയിരിക്കും. നമുക്ക് നോക്കാം, പുറത്ത് മാഗ്നറ്റിക് ഫീൽഡ് 0 ആണോ? അതായത് ഈ റീജിയനിലും മാഗ്നറ്റിക് ഫീൽഡ് 0 ആണോ? നമുക്ക് ചെക്ക് ചെയ്യാം. അതുപോലെ അകത്തെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റിയുടെ വാല്യൂ കണ്ടുപിടിക്കാം. സോ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ടൊറോയിഡ്. സോ നമുക്ക് ആദ്യമേ ഈ ക്യൂ എന്ന പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി കണ്ടുപിടിക്കാം. അതിനുവേണ്ടി ഈ ക്യൂ എന്ന പോയിന്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു ആംപിയർ ലൂപ്പിനെ പരിഗണിക്കണം. സോ നമ്മൾ പരിഗണിച്ച ആംപിയർ ലൂപ്പാണ് ഇത്. സോ ഇത് സർക്കുലാർ ഷേപ്പുള്ള ആംപിയർ ലൂപ്പാണ്. ഈ ആംപിയർ ലൂപ്പിൻ്റെ റേഡിയസ് ആണ് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ആംപിയർ ലൂപ്പിൻ്റെ ഒരു ചെറിയ എലമെൻ്റാണ് ഡി എൽ എന്ന് പറയുന്നത്. ആംപിയർ ലൂപ്പിൻ്റെ ചെറിയ എലമെൻ്റാണ് ഡി എൽ. അങ്ങനെയെങ്കിൽ ഈ ആംപിയർ ലൂപ്പ് ആംപിയർ സർക്യൂട്ടിലൂടെ ഇക്വേഷൻ ഒബേ ചെയ്യും. എന്താണ്? ബി ഡോട്ട് ഡി എൽ വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ 0 ടൈംസ് ഓഫ് ഐ എൻക്ലോസ്ഡ്. എത്ര തവണയാണ് ഇവിടെ? n തവണയാണ് ഐ കടന്നു പോകുന്നത്. സോ n ഇൻറ്റു ഐ. സോ മ്യൂ 0 ടൈംസ് ഓഫ് n ഇൻറ്റു ഐ. ഈ n ഇൻറ്റു ഐ എങ്ങനെ വന്നത് മനസ്സിലായോ? കാരണം എന്താണ്? n ചുറ്റുകളുണ്ട്. അപ്പോൾ n തവണയാണെങ്കിൽ കറണ്ട് ആംബിയൻ ലൂപ്പിനകത്തൂടെ കടന്നു പോകും. സോ സെയിം സിറ്റുവേഷനാണ് നമ്മൾ സോളിനോഡിൽ പഠിച്ച സെയിം സിറ്റുവേഷനാണ് നമ്മൾ ഇവിടെയും അപ്ലൈ ചെയ്യുന്നത്. ഇനി ബി എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്. നമുക്ക് ബി എ പുറത്തെടുക്കാം. സോ ഇൻ്റഗ്രൽ ഡി എൽ വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ 0 ടൈംസ് ഓഫ് എൻ ഐ. ഈ ഡി എൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ആംബിയൻ ലൂപ്പിൻ്റെ ഒരു ചെറിയ എലമെൻ്റ് ആണ്. സോ ഇൻ്റഗ്രൽ ഡി എൽ എന്ന് പറഞ്ഞാൽ ആംബിയൻ ലൂപ്പിൻ്റെ ആകെ ലെങ്ത് എത്രയാണ്? അത് 2πr ആണ്. റേഡിയസ് r ആണെങ്കിൽ ബി ഇൻറ്റു 2πr. എന്താണ് 2πr എന്ന് പറയുന്നത്? ഇതെന്ന് പറയുന്നത് നമ്മളുടെ ഈ സോളിനോഡിൻ്റെ അല്ലെങ്കിൽ ഈ ടൊറോയിഡിൻ്റെ സർക്കംഫറൻസ് ആണ്, ആകെ ലെങ്ത് ആണ്. സോ ടോട്ടൽ ലെങ്ത് ഓഫ് സോളിനോയിഡ് അല്ലെങ്കിൽ ടൊറോയിഡ്. സോ ടോട്ടൽ ലെങ്ത് ഓഫ് സോളിനോഡ് അല്ലെങ്കിൽ ടൊറോയിഡ് ആണ് എന്ത്? നമ്മളുടെ ഈ 2πr എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ 0 ടൈംസ് ഓഫ് എൻ ഐ. നമുക്ക് ഈ 2πrനെ ഇവിടെ കൊണ്ടുവരാം. സോ നമുക്ക് കിട്ടും ബി വിച്ച് ഈസ് ഈക്വൽ ടു മ്യൂ 0 എൻ ഐ ഡിവൈഡ് ബൈ 2πr. സോ എൻ എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്. ഈ 2πr എന്താണ്? ടോട്ടൽ ലെങ്ത്. സോ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഡിവൈഡ് ബൈ ടോട്ടൽ ലെങ്തിനെ വിളിക്കുന്ന പേരാണ് നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് n. സോ നമുക്ക് കിട്ടും മ്യൂ 0 എൻ ഐ എന്ന് കിട്ടും. സോ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച സോളിനോഡിൻ്റെ സെയിം ഇക്വേഷൻ ആണ്. കാരണം സോളിനോഡ് തന്നെയാണ് ടൊറോയിഡ്. പക്ഷേ ഷേപ്പ് എന്താണ്? സർക്കുലാർ ഷേപ്പാണ്.
സോ നമ്മൾ കണ്ടെത്തി ബിൻ്റെ വാല്യൂ, ഈ ക്യൂ എന്ന പോയിന്റിലെ ബിൻ്റെ വാല്യൂ നമ്മൾ കണ്ടെത്തി. നമ്മൾ കണ്ടെത്താൻ പോവുകയാണ് ഈ പി എന്ന പോയിന്റിലെ എന്താണ് മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി. സോ ഞാൻ ഈ പി എന്ന പോയിന്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആംബിയൻ ലൂപ്പിനെ പരിഗണിക്കാൻ പോവുകയാണ്. അപ്പോൾ ആംബിയൻ ലൂപ്പിനെ പരിഗണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ആംബിയൻ ലൂപ്പിലൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ടോ, ഈ ലൂപ്പിൻ്റെ അകത്തുകൂടെ കറണ്ട് കടന്നു പോകുന്നുണ്ടോ, ഇല്ല. സോ ലൂപ്പിനെ ചുറ്റിയാണെങ്കിൽ കറണ്ട് കടന്നു പോയില്ലെങ്കിൽ ഐൻ്റെ വാല്യൂ എത്രയാണ്, 0 ആണ്. ഐൻ്റെ വാല്യൂ 0 ആണെങ്കിൽ, ഈ ഭാഗത്ത് ഐൻ്റെ വാല്യൂ 0 ആണെങ്കിൽ നമുക്ക് ബിൻ്റെ വാല്യൂ എത്ര കിട്ടും, 0 കിട്ടും. സോ ഈ പോയിന്റിൽ ബിൻ്റെ വാല്യൂ എത്രയാണ്, 0 ആണ്. ഇനി ഈ പോയിന്റുകളിലെ മാഗ്നറ്റിക് ഫീൽഡ് ഡെൻസിറ്റി വേണമെങ്കിൽ ഈ പോയിന്റ് ഉൾപ്പെടുത്തിക്കൊണ്ട് എന്ത് വേണം, ഒരു ആംബിയൻ ലൂപ്പിനെ പരിഗണിക്കണം. ഇവിടെ ആംബിയൻ ലൂപ്പ് പരിഗണിച്ച് കഴിഞ്ഞാലും ഈ ആംബിയൻ ലൂപ്പിനെ ചുറ്റി കറണ്ട് കടന്നു പോകുന്നുണ്ടോ, ഇല്ല. അങ്ങനെയെങ്കിൽ ഇവിടെയും ഐൻ്റെ വാല്യൂ 0 ആണ്. ഐൻ്റെ വാല്യൂ 0 ആണെങ്കിൽ ബിൻ്റെ വാല്യൂ ഉറപ്പായിട്ട് എന്തായിരിക്കും, 0 ആയിരിക്കും. സോ ഈ പോയിന്റിലും ബിൻ്റെ വാല്യൂ 0 ആണ്. അപ്പോൾ എവിടെ മാത്രമേ ബി ഉള്ളൂ, ഈ ടൊറോയിഡിൻ്റെ ഉള്ളിൽ മാത്രമേ ബിന് വാല്യൂ ഉള്ളൂ. ആ വാല്യൂ എത്രയാണ്, അത് μ0 Ni ആണ്. സോ ഇങ്ങനെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ടൊറോയിഡ് ഡിറൈവ് ചെയ്യുന്നത്.